നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നായ ഏകാദശി വ്രതം എന്തുകൊണ്ട് ആചരിക്കുന്നു, അതിൻ്റെ ആത്മീയവും ശാസ്ത്രീയവുമായ മഹത്വം എന്താണെന്ന് നമുക്കറിയാം. ഹിന്ദു കലണ്ടറിലെ ഓരോ ചന്ദ്രപക്ഷത്തിലും 11-ാം ദിവസം ഏകാദശി എന്നാണ് വിളിക്കുന്നത്. അതായത് ശുക്ലപക്ഷത്തിലെ 11-ാം ദിനം ശുക്ല ഏകാദശി എന്നും കൃഷ്ണപക്ഷത്തിലെ 11-ാം ദിനം കൃഷ്ണ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ആകെ മാസത്തിൽ 2 ഏകാദശികൾ, വർഷത്തിൽ 24 ഏകാദശികൾ വരും. ചില വർഷങ്ങളിൽ 26 വരെ ഉണ്ടാകും. പുരാണങ്ങളിൽ പറയുന്നത് പോലെ ഏകാദശി ദിവസം ഉപവാസം പാലിക്കുന്നവർക്ക് പാപനാശം ലഭിക്കും. മഹാവിഷ്ണു സ്വയം പ്രസ്താവിച്ചിരുന്നു, ഏകാദശി എൻ്റെ പ്രിയപ്പെട്ട ദിനമാണെന്ന്. പത്മപുരാണം, ഭവിഷ്യപുരാണം മുതലായ ഗ്രന്ഥങ്ങളിൽ ഏകാദശി വ്രതം മോക്ഷത്തിലേക്കുള്ള വഴിയായി വിശേഷിപ്പിക്കപ്പെടുന്നു. ഇനി ഇതിൻ്റെ ആത്മീയ പ്രാധാന്യം നോക്കാം. ഉപവാസം എന്നത് ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല, ദൈവസ്മരണയിൽ അടുപ്പത്തോടെ കഴിയുക എന്നതാണ് യഥാർത്ഥ അർത്ഥം. ഭക്ഷണം നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. വിഷ്ണു നാമജപം, ഭജന, രാമായണ, ഭഗവത് പാരായണം തുടങ്ങിയവ ആ ദിവസം ഏറ്റവും ഫലപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. വ്രതം പാലിക്കുന്നവർക്ക് മനഃശാന്തി, ആത്മശുദ്ധി എന്നിവ കൈവരിക്കും. ഇനി ഇതിൻ്റെ ശാസ്ത്രീയ പ്രാധാന്യം നോക്കാം. ചന്ദ്രൻ്റെ സ്വാധീനം മനുഷ്യ ശരീരത്തിലും മനസ്സിലും ശക്തമായി പ്രവർത്തിക്കുന്നു. 11-ാം ദിവസം ചന്ദ്രൻ്റെ ആകർഷണം ശരീരത്തിലെ ദ്രവങ്ങൾക്കും ജീർണപ്രക്രിയയ്ക്കും പ്രത്യേകിച്ച് ബാധിക്കുന്നു. ആ ദിവസം ലഘുഭക്ഷണം അല്ലെങ്കിൽ ഉപവാസം പാലിക്കുന്നത് ശരീരത്തിന് ഡീടോക്സിഫിക്കേഷൻ നൽകുന്നു. ജീർണ സംവിധാനം വിശ്രമം നേടുന്നു. മനസ്സിന് സ്പഷ്ടതയും സമാധാനവും നൽകുന്നു. ഏകാദശി വ്രതം പാലിക്കുന്നവർക്ക് വൈകുണ്ഠലോകം പ്രവേശനം ലഭിക്കും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്നാണ് പ്രധാന വിശ്വാസം. ജീവിതത്തിൽ ആരോഗ്യവും സമാധാനവും ആത്മീയ പുരോഗതിയും ലഭിക്കുന്നു. ഇതിനാൽ ഏകാദശി ദിവസം ഭക്തിയോടെ വിശ്വാസത്തോടും കൂടി വ്രതം ആചരിക്കുക. അത് ശരീരശുദ്ധിക്കും മനഃശാന്തിക്കും ആത്മോന്നതിക്കും വഴിയൊരുക്കും. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.